യേശു അന്നത്തെ മതനേതാക്കന്മാരായ നിയമജ്ഞരെ രൂക്ഷമായി വിമർശിക്കുന്നു. തങ്ങളുടെ പൂർവികർ കൊന്ന പ്രവാചകന്മാർക്ക് സ്മാരകങ്ങൾ പണിയുന്നതിലൂടെ അവർ തങ്ങളുടെ പൂർവികരുടെ പ്രവൃത്തികളെ അംഗീകരിക്കുകയാണ് എന്ന് യേശു പറയുന്നു. നീതി, ദൈവഭയം, സത്യസന്ധത എന്നിവ അവഗണിച്ച് അവർ ജനങ്ങളുടെ മേൽ അറിവിന്റെ താക്കോൽ എടുത്തുമാറ്റി ദൈവരാജ്യത്തിലേക്കുള്ള വഴി തടയുന്നു. മാതാവായ മറിയത്തിന്റെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ നിയമജ്ഞരുടെ ഈ കപടതയ്ക്ക് വിപരീതമാണ് മറിയത്തിന്റെ ജീവിതം. പ്രവാചകന്മാരെ കൊന്നവരുടെ പിൻഗാമികളായ മതനേതാക്കന്മാരെപ്പോലെ മറിയമായിരുന്നില്ല. മറിച്ച് പ്രവാചക വചനങ്ങളിൽ വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ഇതാ കർത്താവിന്റെ ദാസി എന്ന മറിയത്തിന്റെ പ്രതികരണം വിനയത്തിന്റെയും പൂർണ്ണമായ അനുസരണത്തിന്റെയും ഉദാഹരണമാണ്. ജപമാല ചൊല്ലുന്നതിന്റെ പ്രാധാന്യം ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാം. നിയമജ്ഞർ അറിവിന്റെ താക്കോൽ എടുത്തുമാറ്റിയപ്പോൾ ജ്ഞാനത്തിന്റെ ഇരിപ്പിടമായ മറിയം ജപമാലയിലൂടെ ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ജപമാല ചൊല്ലുമ്പോൾ നാം ക്രിസ്തുവിന്റെ സുവിശേഷ മർമ്മങ്ങൾ ധ്യാനിക്കുന്നു. ഈ ധ്യാനം നിയമജ്ഞർ നഷ്ടപ്പെടുത്തിയ സത്യമായ ദൈവാനുഭവത്തിലേക്കും ക്രിസ്തുവിലുള്ള അറിവിലേക്കും നമ്മെ എത്തിക്കുന്നു. ജപമാല ബാഹ്യമായ പ്രകടനങ്ങൾക്കല്ല, മറിച്ച് ആഴമായ വിശ്വാസത്തിനും ആന്തരികമായ മാറ്റത്തിനും പ്രാധാന്യം നൽകുന്നു.